പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കർത്താവിൻ്റെ തിരുവചന പ്രഘോഷണത്തിൽ പങ്കുകാരാകുക. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരമപ്രധാനമായ മേഖലകളിലൂടെ നമ്മൾ കാണുകയായിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. അമ്മയെ പ്രകോപിപ്പിക്കുന്നവന് കർത്താവിൻ്റെ ശാപം ഏൽക്കേണ്ടി വരും. ഇവിടെ 1-2 എ വചനവും ബി വചനവും 16-ാമത്തെ വചനത്തിൽ പറയുന്ന ഭാഗമാണ്: പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാരെ പരിത്യജിക്കുക എന്നത് വലിയൊരു ഭാഷനായി മാറിയിരിക്കുകയാണ്. അവരെ ഉപേക്ഷിക്കുക, പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. മാതാപിതാക്കൾ മക്കൾക്ക് ഭയങ്കരമായ ഒരു ഭാരമായി മാറ്റപ്പെടുന്നു. കാര്യം, സർക്കാർ പലതരത്തിലുള്ള നിയമങ്ങളും മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ പേരിൽ അവരെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട നിയമങ്ങളെല്ലാം അവരൊരു പരാതി കൊടുത്താൽ, മക്കളുടെ പേരിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ അവരെ സംരക്ഷിക്കണം. അതല്ലെങ്കിൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അവരെ പിടിച്ച് ജയിലിലിടാൻ വരെയുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും പല മാതാപിതാക്കളും അവരുടെ പേരിൽ പരാതിക്ക് പോകുന്നവരുമുണ്ട്, പോകില്ലാത്തവരുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരാതിക്ക് പോകുമ്പോൾ പോകാതിരിക്കുക എന്നുള്ളതല്ല വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മാതാപിതാക്കളെ പരിത്യജിച്ച് അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും കരുണയും ബഹുമാനവും അവർക്ക് കൊടുക്കാതെ, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കുറ്റങ്ങൾ കണ്ടെത്തി അതിനെ പെരുപ്പിച്ച് വലുതാക്കി മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന ഒരു സംവിധാനവും ഈ കാലഘട്ടത്തിലുണ്ട്. അതായത്, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മാലാഖ, ആ മാലാഖയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ഭർത്താവിനെ ഇനി ഭർത്താവിൻ്റെ മാതാപിതാക്കൾ കൂടുതൽ സ്നേഹിക്കുമെന്നും വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, മാതാപിതാക്കൾ അതിനകത്ത് ഇടപെടേണ്ട എന്ന മനോഭാവത്തോടുകൂടി ഭരിക്കപ്പെടേണ്ടവൾ ഭരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനാണ്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളാണ്. ഭർത്താവിനെ വിധേയപ്പെട്ട് ജീവിക്കേണ്ട ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ വിധേയപ്പെടാതെ കൊണ്ട് ഭർത്താവിനെ ഒതുക്കി ആ ഭാര്യ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അനേകം ഭർത്താക്കന്മാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് പുരുഷന്മാർക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണല്ലോ. വഴിയിൽ കിടക്കുന്ന ഒരു പട്ടിക്ക് പോലും വിലയുണ്ട്. എന്നാൽ മനുഷ്യസഹജമായ കാഴ്ചക്കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന് പുരുഷന്മാർ പണിയെടുക്കുന്ന പണത്തിൻ്റെ ടാക്സ് മേടിക്കുവാനും ഒക്കെ അവർക്ക് താല്പര്യമുള്ളൂ. അവരെ സംരക്ഷിക്കുവാനോ അവരുടെ പേരിൽ ഇല്ലാത്ത കേസുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുവാനോ ഇന്ന് സർക്കാർ പോലും തയ്യാറല്ല. കാരണം നിയമമെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായ മേഖലയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അതെന്തെങ്കിലുമാട്ടെ, മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുണ്ടായെങ്കിൽ അവരൊന്ന് ചിന്തിച്ചു വിടുക. നിങ്ങൾക്ക് മക്കളുണ്ടാകും, നിങ്ങൾക്ക് തലമുറയുണ്ടാകും. ആ തലമുറയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മക്കളിൽ നിന്ന് അനുഗ്രഹം ഒഴുകിയെത്തണമെങ്കിൽ ഇന്ന് മാതാപിതാക്കളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആ കുഞ്ഞുമക്കൾ കാണുമ്പോഴാണ്. ആ കണ്ടുള്ള പഠനത്തിലൂടെയാണ് വരാൻ പോകുന്ന തലമുറയിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടുന്നത്. ഇവിടെ വചനം പറഞ്ഞത് ഇതാണ്: പിതാവിനെ പരിത്യജിക്കുക, പിതാവിനെ ഉപേക്ഷിക്കുക. ഇന്ന് പല കുടുംബങ്ങളിലും പിതാക്കന്മാരെയാണ് ഉപേക്ഷിക്കുന്നത്.
കാരണം മാതാവിനെ മക്കൾക്ക് ആവശ്യമാണ്. അവർക്ക് മക്കളുണ്ടാകുമ്പോൾ ആ മക്കളുടെ കാര്യം നോക്കാനും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും ഒരു വേലക്കാരി ഇന്ന് പലരുടെയും വീട്ടിൽ ആവശ്യമാണ്. അപ്പോൾ ഒരു വേലക്കാരിയുടെ റോള് അമ്മയിൽ കാണുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അമ്മായിയമ്മയിൽ കാണുന്നതിൻ്റെ പേരിൽ മരുമകൾ അമ്മായിയമ്മയെ കാര്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകും. മകനെ സംബന്ധിച്ചിടത്തോളം മകനോട് ചേർന്ന് നിൽക്കുന്ന അമ്മമാരുമുണ്ട്. പക്ഷേ അപ്പന്മാരൊരു പക്ഷേ പരുക്കൻ മനോഭാവമുള്ളതിൻ്റെ പേരിൽ ഒരുപക്ഷെ വീട് തുടയ്ക്കാനോ പെറുക്കാനോ ഒന്നും പോകാത്തതിൻ്റെ സാഹചര്യത്തിൽ അവരൊരു ജോലിക്കാരനായി മാറില്ലാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഇന്ന് പല പിതാക്കന്മാരും അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് നമുക്ക് സമൂഹത്തിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മമാരെന്തെങ്കിലും മക്കളോടൊക്കെ പറഞ്ഞ് ലോകിയൊക്കെ കൂടി അവരുടെ കാര്യം അവർ നിന്ന് പിടിച്ച് പോകും. ഇവിടെ വചനം പറയുകയാണ്, പിതാവിനെ പരിത്യജിക്കുന്ന ദൈവദൂഷണത്തിന് തുല്യമാണ്. വലിയ ദൈവദൂഷണമാണ്. അതുപോലെ തന്നെ അമ്മയെ പ്രകോപിപ്പിക്കുക. അമ്മയെ പ്രകോപിപ്പിക്കുന്നവന് കർത്താവിൻ്റെ ശാപമേൽക്കേണ്ടി വരുമെന്ന് പറയുന്നു. കർത്താവിൻ്റെ ശാപമേൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ആരെയും ശപിക്കത്തില്ല. മാതാപിതാക്കളെ സംരക്ഷിക്കാതെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കാതെ കൊണ്ട് മുഖം തിരിച്ച് അവരെ പരിത്യജിച്ച് പോകുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും സാത്താനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു ആ മക്കൾ. അങ്ങനെ സാത്താനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തകർച്ചകളായിരിക്കും. കാരണം കള്ളൻ വരിയുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ജീവൻ സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ആദ്യം യേശുവിൻ്റെ പ്രതിനിധികളാകുന്ന മാതാപിതാക്കളെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കൊടുത്ത് അവരിലുള്ള കുറവുകളും കുറ്റങ്ങളും വിളിച്ചു പറഞ്ഞവരെ വേദനിപ്പിക്കാതെ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ കുടുംബങ്ങളിലേക്കും നദി പോലെ ഒഴുകിയെത്തും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണെന്ന് അരുളിച്ചത് കർത്താവേ, മാതാവിനെ പ്രകോപിപ്പിക്കുന്നവന് കർത്താവിൻ്റെ ശാപം കടന്നു വരുമെന്ന് അരുളിച്ചത് കർത്താവേ, കർത്താവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാണല്ലോ അത് ശാപമായി മാറ്റപ്പെടുന്നത്. കർത്താവെ, ഇന്ന് അത്തരത്തിലുള്ള ഓരോ കുടുംബങ്ങളിലേക്കും അവിടുന്ന് സ്നേഹമായി, ശാന്തിയായി, സൗഖ്യമായി, കരുണയായി കടന്നു ചെല്ലണമേ. വേദനിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിച്ച് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കണമേ. ഇത്തരത്തിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.